ലോകത്തിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന 10 മതങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, താവോയിസം. ചൈനയുടെ തനതായ ഒരു ദാർശനികവും മതപരവുമായ പാരമ്പര്യമാണ് ഇത്. താവോയിസ്റ്റുകളുമായുള്ള ഐക്യത്തിന് ഇത് ഊന്നൽ നൽകി. ക്രിസ്തുവിന് മുമ്പ് 450 മുതൽ 300 വരെ രൂപപ്പെട്ട ഇത് മനുഷ്യാനുഭവത്തിലെ സ്വാഭാവികതയ്ക്കും താവോയിസം പ്രാധാന്യം നൽകുന്നു. താവോയിസ്റ്റുകളും ബുദ്ധമതക്കാരും തമ്മിൽ ദീർഘകാലമായി നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നു. നമ്പർ 9, ഷിൻഡോയിസം. ഇത് ജപ്പാനിൽ ഉത്ഭവിച്ച ഒരു മതമാണ്. മതപണ്ഡിതർ കിഴക്കൻ ഏഷ്യൻ മതമായി തരംതിരിച്ചിരിക്കുന്ന ഇതിനെ അതിന്റെ അനുയായികൾ പലപ്പോഴും ജപ്പാന്റെ തദ്ദേശീയ മതമായും പ്രകൃതി മതമായും കണക്കാക്കുന്നു. പണ്ഡിതന്മാർ ചിലപ്പോൾ അതിന്റെ അനുയായികളെ ഷിൻഡോയിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഷിൻഡോയുടെ അനുയായികൾക്കിടയിൽ വിശ്വാസത്തിലും ആചാരത്തിലും പ്രകടമായ വൈവിധ്യമുണ്ട്. നമ്പർ 8, ജൈനിസം. ജൈനമതം ജൈനധർമ്മം എന്നും അറിയപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും അച്ചടക്കമുള്ള അഹിംസ വഴി ആത്മീയ വിശുദ്ധിയിലേക്കും പ്രബുദ്ധതയിലേക്കുമുള്ള ഒരു പാത പഠിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ മതമാണ് ഇത്. പുനർജന്മ ചക്രത്തെ കീഴടക്കി സർവജ്ഞാനം നേടിയ 24 തീർത്ഥങ്കരന്മാർ ഈ പാരമ്പര്യത്തെ ആത്മീയമായി നയിക്കുന്നു. ജൈന തത്വചിന്തയുടെ കാതൽ 3 ധാർമ്മിക തൂണുകളിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. നമ്പർ 7, ബഹായി ഫെയ്ത്ത്. 19-ാം നൂറ്റാണ്ടിൽ ബഹാഉള്ള സ്ഥാപിച്ച ഒരു മതമാണ് ബഹായി വിശ്വാസം. എല്ലാ മതങ്ങളുടെയും മൂല്യവും എല്ലാ ജനങ്ങളുടെയും ഐക്യവും അത് പഠിപ്പിക്കുന്നു. ഇറാനിലും മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളിലും ഇത് ആദ്യം വികസിച്ചു. അവിടെ അതിന്റെ തുടക്കം മുതൽ തുടർച്ചയായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്പർ 6, ജൂതിസം. ജൂതമതം എന്നത് ഒരു അബ്രഹാമിക് ഏകദൈവ വംശീയ മതമാണ്. അത് ജൂത ജനതയുടെ കൂട്ടായ ആത്മീയ സാംസ്കാരിക നിയമ പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ദൈവത്തിനും ജൂത ജനതയ്ക്കുമിടയിൽ സ്ഥാപിതമായി അവർ വിശ്വസിക്കുന്ന മോശയിക ഉടമ്പടി പാലിക്കുന്നതിനുള്ള ഒരു മാർഗമായി മതവിശ്വാസികളായ ജൂതന്മാർ യഹൂദമതത്തെ കണക്കാക്കുന്നു. ഈ മതം ആദ്യകാല ഏകദൈവ മതങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. നമ്പർ 5, സിക്കിസം. സിഖ് മതം എന്നത് ഒരു ഇന്ത്യൻ മതവും തത്വചിന്തയുമാണ്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പഞ്ചാബ് മേഖലയിൽ AD 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഉത്ഭവിച്ചു. ഏറ്റവും പുതിയതായി സ്ഥാപിതമായ പ്രധാന മതങ്ങളിൽ ഒന്നാണിത്. 30 ദശലക്ഷം ആളുകളാണ് സിഖ് മതത്തിന്റെ അനുയായികളായി തുടരുന്നത്. ഗുരു നാനക്കിന്റെയും പിൻഗാമികളുടെയും ആത്മീയ പഠിപ്പിക്കലുകളിൽ നിന്നാണ് സിഖ് മതം വികസിച്ചത്. നമ്പർ 4, ബുദ്ധിസം. ബുദ്ധമതം ബുദ്ധധർമ്മം ധർമ്മവിനയം എന്നും അറിയപ്പെടുന്നു. ക്രിസ്തുവിന് മുമ്പ് 6 അല്ലെങ്കിൽ 5 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ശ്രമണനും മത അധ്യാപകനുമായ ബുദ്ധന്റെ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇന്ത്യൻ മതവും തത്വചിന്തയുമാണ് ഇത്. ഇത് ലോകത്തിലെ 4ാമത്തെ വലിയ മതമാണ്. നമ്പർ 3, ഹിന്ദുസം. ഇത് ഇന്ത്യൻ മതപരവും ആത്മീയവുമായ പാരമ്പര്യങ്ങളുടെ ഒരു ശ്രേണിയാണ്. ഹിന്ദുമതത്തെ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന മതമെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ ഇത് ലോകത്തെ മുഴുവൻ വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹിന്ദുമതം വൈവിധ്യമാർന്ന ചിന്താ സമ്പ്രദായങ്ങളെ ഉൾക്കൊള്ളുന്നു. കൂടാതെ ഹിന്ദു ഗ്രന്ഥങ്ങളെ സ്മൃതി എന്നും ശ്രുതി എന്നും തരംതിരിച്ചിട്ടുണ്ട്. നമ്പർ 2, ഇസ്ലാം. ഇസ്ലാം ഖുറാനിലും മുഹമ്മദിന്റെ പഠിപ്പിക്കലുകളിലും അധിഷ്ഠിതമായ ഒരു അബ്രഹാമിക് ഏകദൈവ മതമാണ്. മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മതത്തിന്റെ അനുയായികൾ ലോകമെമ്പാടും 2 ബില്യനാണെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ലോകത്തിലെ 2ാമത്തെ വലിയ ജനസംഖ്യയുമാണ്. ഇസ്ലാം മതം ഉത്ഭവിച്ചത് AD 610-ൽ മക്കയിലാണ്. മുഹമ്മദ് നബിക്ക് ആദ്യ വെളിപാട് ലഭിച്ചത് അപ്പോഴാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. നമ്പർ 1, ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു മതം ഒരു അബ്രഹാമിക് ഏകദൈവ മതമാണ്. യേശു ദൈവപുത്രനാണെന്നും കുരിശുമരണത്തിനു ശേഷം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും പ്രസ്താവിക്കുന്നു. മിശിഹ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വരവ് പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും വ്യാപകവുമായ മതമാണിത്. ലോക ജനസംഖ്യയുടെ ഏകദേശം 28.8% ഇതിൽ ഉൾപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.